വയനാട് മത്സരിക്കേണ്ടതില്ലെന്ന ധാരണയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. കർണാടകയിൽ മത്സരിക്കുന്നത് സജീവ പരിഗണനയിലാണ്. ഘടകകക്ഷികളുടെ സമ്മർദ്ദം, മണ്ഡലത്തിൽ നിന്നുള്ള പ്രതികൂല റിപ്പോർട്ടുകൾ എന്നിവ പരിഗണിച്ചാണ് വയനാട് വേണ്ടെന്ന ധാരണ. കർണാടകയിലെ മണ്ഡലം തീരുമാനമായ ശേഷം മാത്രം പ്രഖ്യാപനമുണ്ടാകും. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണനും ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇൻപുട്ട് എഡിറ്റർ ടി ജെ ശ്രീലാലും ചേരുന്നു. ആദ്യം ഉണ്ണിയിലേക്ക് പോയാൽ, ഉണ്ണി, തീരുമാനം ആയോ? ഇത്തരത്തിൽ രാഹുൽ വരില്ലേ? കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കാത്തിരിപ്പ് വെറുതെ ആയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാഹുൽ ഗാന്ധി ആ രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് അടുക്കുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാഹുൽ ഗാന്ധി ഇതിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് മണ്ഡലത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികൂല റിപ്പോർട്ടുകൾ, ഒപ്പം ഘടകകക്ഷികളുടെ സമ്മർദ്ദം എന്നിവയാണ്. UPA ഘടകകക്ഷിയായ NCPയുടെ നേതാവ് ശരത് പവാർ വളരെ ശക്തമായി തന്നെ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കരുതെന്ന ആവശ്യം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനടിസ്ഥാനമായി അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൽ വരികയാണെങ്കിൽ വയനാടിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് മത്സരിക്കേണ്ടി വരിക. BJPക്കെതിരായ ഒരു പോരാട്ടം UPAയും ഘടകകക്ഷികളും ഒക്കെ തന്നെ ദേശീയതലത്തിൽ നയിക്കുമ്പോൾ കോൺഗ്രസ് അതിന് വിരുദ്ധമായൊരു നിലപാട് സംസ്ഥാനത്ത് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് ശരത് പവാർ ഉന്നയിക്കുന്ന കാര്യം. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത്, ദേശീയതലത്തിൽ BJPക്കെതിരെ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കുന്നുവെങ്കിൽ അത് BJPക്കെതിരെ ആയിരിക്കണം. അങ്ങനെ വേണം രാഷ്ട്രീയമായ സന്ദേശം നൽകാൻ. മറിച്ചൊരു നടപടി രാഷ്ട്രീയ ശരികേടായി വിലയിരുത്തപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സമ്മർദ്ദത്തിന് രാഹുൽ വഴങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് മത്സരത്തിനായി എത്താനുള്ള സാധ്യത പൂർണ്ണമായും അസ്തമിക്കാൻ പോവുകയാണ്. ഉമ്മൻചാണ്ടിയുടെ ഇന്നത്തെ വാക്കുകളിൽ തന്നെ അതിന്റെ പ്രത്യക്ഷ സൂചന ആദ്യമായി തന്നെ ഉണ്ടായിരുന്നു. താൻ മത്സരിക്കാൻ വരണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചതെന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഇതുവരെയും രാഹുൽ ഗാന്ധി നേതാക്കളെ കൃത്യമായി യെസ് ഓർ നോ എന്നൊരു ഉത്തരം അറിയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ചാഞ്ചാട്ടത്തിൽ നിന്ന് തന്നെ നേതാക്കൾ വായിച്ചെടുക്കുന്നത് അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുന്നില്ല എങ്കിൽ ആരായിരിക്കും വയനാട് സ്ഥാനാർത്ഥി എന്നതാണ് അടുത്ത ചോദ്യം. ടി സിദ്ദിഖിന്റെ പേരാണ് നേരത്തെ പരിഗണിച്ചിരുന്നത്. ടി സിദ്ദിഖോ ഉമ്മൻചാണ്ടിയുടെ പേരിനി പരിഗണനയിലേക്ക് എത്തുമോ, അല്ല ടി സിദ്ദിഖ് തന്നെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുമോ എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. വയനാട് മത്സരിക്കുന്നില്ല എങ്കിൽ രാഹുൽ ഗാന്ധി കർണാടകയിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് വർദ്ധിച്ചിരിക്കുന്നത്. കർണാടക സജീവ പരിഗണനയിലുണ്ടെന്നാണ് കോൺഗ്രസ് ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. കർണാടകയിലെ റായ്കോർ, ചിട്ടോടി മണ്ഡലങ്ങളൊക്കെ തന്നെ രാഹുലിനെ മത്സരിക്കുന്നതിനായി മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ രാഹുലിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് രാഹുൽ പരിഗണിക്കുന്നത്. മണ്ഡലം തീരുമാനമായാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും. ശ്രീലാൽ, രാവിലെ ഉമ്മൻചാണ്ടി മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, താൻ അത്തരത്തിലൊരു കാര്യമേ പറഞ്ഞിട്ടില്ല, രാഹുലിനെ മത്സരിക്കാൻ ക്ഷണിക്കുക മാത്രമാണ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൂചനകൾ ലഭിച്ചിരുന്നു, കൃത്യമായും സംസ്ഥാന നേതാക്കൾക്ക് എന്ന് വേണ്ടേ കരുതാൻ. ഇപ്പോൾ ഏതാണ്ട് കർണാടകയിലേക്ക് പോകാൻ രാഹുൽ തീരുമാനിക്കുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തുന്നു. രഞ്ജിത്ത്, ഈ വിഷയം എങ്ങനെ അവസാനിപ്പിക്കും എന്നുള്ള വലിയ ഒരു പ്രതിസന്ധിയിലായിരുന്നു സംസ്ഥാന നേതൃത്വം. അതാണ് ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ വിവാദത്തിന് തിരിയിട്ടതും. അദ്ദേഹമാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി അതിന് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി ആ അഭ്യർത്ഥന സ്വീകരിച്ചു തുടങ്ങിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഈ വാക്കുകൾക്കുണ്ടായി. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം കാര്യങ്ങൾ വന്നത്. കഴിഞ്ഞ 6 ദിവസമായി ഈ പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസിനെ തുടക്കത്തിൽ വലിയ ഗുണകരമായി വരികയും പിന്നീട് അത് പിടിച്ചു കുലുക്കുകയും ചെയ്തിരുന്നു. കോഴിക്കോട് അടക്കമുള്ള മണ്ഡലങ്ങളിലെ വടകര അടക്കമുള്ള മണ്ഡലങ്ങളിലെ പ്രചാരണം തന്നെ ഇത് മന്ദീഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ ഘടകകക്ഷികളിൽ ഇത് എതിർപ്പുണ്ടാക്കി. UDFിലെ ഘടകകക്ഷികളിൽ ഇത് അവർക്കും വലിയ തോതിലുള്ള അലോസരത്തിന് ഇടയാക്കി. അവരും ചില പ്രതിഷേധ സ്വരങ്ങൾ ഈ വിഷയത്തിൽ ഉയർത്തി. തുടക്കത്തിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച നേതാക്കളാണ് പിന്നീട് ഈ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ ഇതിങ്ങനെ പോകാൻ ആകില്ല എന്നുള്ള നിലപാടിലേക്ക് മാറിയത്. മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിന് പ്രധാനമായും ഈ നിലപാടിലേക്ക് ചുവടുമാറ്റം നടത്തിയത്. ദേശീയ തലത്തിലാകട്ടെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ തീരുമാനം കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത്. ഏറ്റവും പ്രധാന വിഷയം അമേഠിയിലുണ്ടായ വികാരം തന്നെയാണ്. അത് UPയിലാകെ ആ ഒരു വികാരം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. UPയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി വലിയ തോതിലുള്ള പ്രചാരണം നടത്തി അണികളിൽ ആവേശം നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് BJP ഉയർത്തിയ മറുപടി, രാഹുൽ ഗാന്ധി ഇതാ ഒളിച്ചോടുന്നു അമേഠിയിൽ നിന്ന് എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു പ്രചാരണത്തിന് വഴിവെച്ചത് തന്നെ കേരളത്തിൽ തുടങ്ങിയ ഈ ഒരു ചർച്ചയായിരുന്നു. അത് UPയിൽ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ളൊരു പ്രചാരണത്തിന് വഴിവെച്ചപ്പോൾ അത് അമേഠിയിൽ മാത്രമല്ല റായ്ബറേലിയിലും മറ്റുള്ള മണ്ഡലങ്ങളിലുമെല്ലാം കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് മണ്ഡലങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന് ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതിന് പിന്നാലെയാണ് UPയിലെ ഘടകകക്ഷികൾ, കേരളത്തിലെ UDFിലെ ഘടകകക്ഷി മുസ്ലിം ലീഗ് മറ്റും അവർക്ക് ഇത് വൈകുന്നതിലുള്ള വിയോജിപ്പ് അറിയിച്ചപ്പോൾ UPയിലെ ഘടകകക്ഷികൾ ഈ
ഈ മത്സരത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്താണ് ഈ മത്സരം നൽകുന്ന ഒരു സന്ദേശം എന്നുള്ള ചോദ്യമാണ് ശരത് പവാറും ശരത് യാദവും അടക്കമുള്ള നേതാക്കൾ ഉന്നയിച്ചത്. ശരത് യാദവും ശരത് പവാറും പറയുന്നത് ഇങ്ങനൊരു മത്സരം ഉണ്ടാകുമ്പോൾ അത് പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളലുണ്ടാക്കുന്നതിന് തുല്യമാണ്. അത് ഗുണകരമാകില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള സാഹചര്യങ്ങൾക്കും തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അന്ന് പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കുന്നതിന് ഇത്തരമൊരു മത്സരം വഴിവെക്കും എന്നുള്ളതാണ് ഈ ശരത് പവാർ അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ച നിലപാട്. ഇതിനിടയിലാണ് നമ്മൾ കേരളത്തിൽ നിന്നും ACC കേന്ദ്ര നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്ത ACC നേതാക്കളുമായി മറ്റും ബന്ധപ്പെടാൻ ശ്രമിച്ചത്. മുകുൾ വാസ്നിക്കിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് യാതൊരു വ്യക്തതയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഹുൽ ഗാന്ധിയാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും വലിയ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയേക്കില്ല എന്ന് തന്നെയാണ് മുകുൾ വാസ്നിക്ക് നൽകുന്ന സൂചന. AK ആന്റണിയുമായി സംസാരിച്ചു. AK ആന്റണി രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം തീരുമാനമെടുക്കേണ്ടത്, തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അതോടൊപ്പം തന്നെ മറ്റ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുമായി സംസാരിച്ചു. ഇവർക്കാർക്കും തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇപ്പോൾ ഇല്ല. രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ അത്ര ഒരു വലിയ ആവേശത്തിലല്ല കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ഇല്ല എന്നുള്ള തലത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ACCയിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ. പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടാം സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ അതിലും അന്തിമമായൊരു തീരുമാനമെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി രണ്ടാം സീറ്റിൽ മത്സരിക്കുന്നെങ്കിൽ അത് BJPക്കെതിരെ ആകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആവശ്യം ഉയർന്നിരിക്കുന്നത്. ACCയിലാകട്ടെ പാർട്ടിക്കുള്ളിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലും മറ്റ് സ്ഥലങ്ങളിലുമെല്ലാം രാഹുൽ ഗാന്ധി 2 സീറ്റ് മത്സരിക്കുന്നതിന് ആരും എതിർക്കുന്നില്ല. 2 സീറ്റ് മത്സരിക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. അത് കോൺഗ്രസ് പാർട്ടി ഗുണം ചെയ്യും. ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ ഉത്തരേന്ത്യയിൽ ഒരു സീറ്റിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഗുണം ചെയ്യും എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ACC ഉള്ളത്. പക്ഷേ അങ്ങനെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് BJPക്കെതിരെ ആയിരിക്കണം രാഹുൽ ഗാന്ധിയുടെ മത്സരം എന്നുള്ളതാണ്. അല്ലെങ്കിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികൾക്കെതിരെയാകണം രാഹുൽ ഗാന്ധിയുടെ മത്സരം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഘടകകക്ഷിയെ എതിർക്കാൻ ഇറങ്ങുന്നതിനേക്കാൾ BJP എതിർക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ആ ഗുണത്തിനാണ് ഇപ്പോൾ മേൽക്കൈ നേടിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു ചില സൂചനകളും ACCയിലെ ചില നേതാക്കൾ നൽകുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരത്തിനിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടുത്തെ UDFൻ്റെ മുഴുവൻ ഘടകകക്ഷികളുടെയും കൊടിവച്ചുള്ള ഒരു പ്രചാരണമാകും അവിടെ ഉണ്ടാകുക. അത് മുസ്ലിം ലീഗിൻ്റെ കൊടിവച്ചുള്ള പ്രചാരണം അത് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രചാരണത്തിന് BJP പ്രയോജനപ്പെടുത്തും എന്നുള്ള ഒരു ആശങ്കയും ചില നേതാക്കളെങ്കിലും ACCയിലെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ചില നേതാക്കളെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്.